ഇവിടെ ഇപ്പോൾ എന്താണ് RJDയുടെ പൊസിഷൻ? ഇത് പറ്റില്ല എന്നുള്ളതാണോ? അതായത് കേരളത്തെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ സൂചിപ്പിച്ച ജലദൗർലഭ്യം അടക്കമുള്ള പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നു. മദ്യമാണ്. ഇപ്പോൾ ഈ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് LDF സർക്കാരിന്റെ കാലത്ത് ഇവിടെ തുടങ്ങണ്ട, ഇതാണോ പൊസിഷൻ? RJDയുടെ ഒഫീഷ്യൽ പൊസിഷൻ ഞങ്ങൾ 2-ാം തീയതി രൂപീകരിക്കും. പക്ഷേ ഒരു RJDയിലെ ഒരു അംഗം എന്നുള്ള നിലയിലും ഒരു സെക്രട്ടറി എന്നുള്ള നിലയിലും എനിക്ക് തോന്നുന്നത് അഭിലാഷേ, ഇപ്പോൾ എനഫ് ഈസ് എനഫ്, ഇത് വളരെ കൂടുതലാണ്. കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷം ഒരു അരാജകത്വത്തിലേക്ക് പലപ്പോഴും നീങ്ങുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ മദ്യത്തിൻ്റെ ഉപയോഗമാണ്. അത് മദ്യം നമ്മൾ എക്സൈസ് പോളിസി അല്ലെങ്കിൽ അബ്കാരി പോളിസി നമ്മൾ രൂപീകരിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ലക്ഷ്യം? എന്താണ് പെർപ്പസ് ഓഫ് ദി അബ്കാരി പോളിസി? എന്താണ്? സമൂഹത്തിൽ ധാരാളം ദോഷശീലങ്ങളുണ്ട്. ആ ദോഷശീലങ്ങൾക്ക് റീസണബിളായ റെസ്ട്രിക്ഷൻ എടുത്ത് നടപ്പാക്കേണ്ടത് റെസ്പോൺസിബിളായ ഒരു ഗവൺമെൻറ് ചുമതലയാണ്. അപ്പോൾ നമ്മുടെ ആളുകൾ കൂടുതൽ മദ്യലഹരിയിലേക്ക് വരുന്നതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഉത്തരവാദിത്തമല്ലേ നമുക്ക് വേണ്ടത്. പക്ഷേ ഇപ്പോൾ നമുക്ക് നടക്കുന്ന എന്താണ്? ഇപ്പോൾ ഏതാണ്ട് 780ഓളം വൈൻ, ബിയർ, ബാർ ഹോട്ടലുകളുണ്ട്. നമ്മുടെ ബെപ്കോയുടെ ഏതാണ്ട് 780 ഔട്ട്ലെറ്റുകളുണ്ട്. കൺസ്യൂമർ ഫെഡിൻ്റെ 45 ഔട്ട്ലെറ്റുകളുണ്ട്. എല്ലായിടത്തും മദ്യം വളരെ അനായാസം ലഭ്യമാണ്. അതുകൊണ്ട് കേരള സമൂഹത്തിൽ ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ വേണമെങ്കിൽ ഈ മദ്യവിതരണവും മദ്യ ഉൽപ്പാദനവും റെഗുലേറ്റ് ചെയ്യണം, നിയന്ത്രിക്കണം. അതിന് പകരം നമ്മൾ ഫ്രീ ഫോർ ഓൾ എന്നും പറഞ്ഞ് അങ്ങനെ ഒരു സമീപനം പാടില്ല. ഇവിടെ റിയൽ ഇൻവെസ്റ്റ്മെന്റ് വരട്ടെ. ഈ കമ്പനികൾക്ക് താല്പര്യം ഒരു കാർ നിർമ്മാണ ഫാക്ടറി, കേരളത്തിൽ വരേണ്ട ഇൻവെസ്റ്റ്മെന്റ് മദ്യ ഉൽപാദന കമ്പനിയുടെ, മദ്യ നിർമ്മാണ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ല. വ്യവസായ വളർച്ചയ്ക്ക് വേണ്ടി മദ്യ ഉൽപാദന കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ല ഇവിടെ വരേണ്ടത് എന്നുള്ളതാണ് നിലപാട്. ഈ നിലപാട് മുന്നണി യോഗത്തിൽ പറയുമോ? അതെ, മുന്നണി യോഗത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾ 2-ാം തീയതി പാർട്ടി കമ്മിറ്റി കൂടി ഞങ്ങളുടെ അഭിപ്രായം രൂപീകരിച്ചതിന് ശേഷം ആ അഭിപ്രായം ഞാൻ പറയും. പക്ഷേ മുമ്പേ ചോദിച്ച പോലെ മുന്നണി ഒന്ന് യോഗം ചേരണ്ടേ? കേരള സമൂഹം ചർച്ച ചെയ്യുന്നൊരു വിഷയത്തെക്കുറിച്ച് മുന്നണി ഒരു യോഗം ചേരണ്ടേ? ഞാൻ LDF യോഗത്തിൽ തന്നെ ഒരിക്കൽ പറഞ്ഞു, നമുക്ക് കേരളത്തിൽ ഇത്രയും എഡ്യൂക്കേഷണൽ ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? പ്രൊഫസർ അമർത്യാസൻ പറയുന്നുണ്ട് ഇത്ര എഡ്യൂക്കേറ്റഡ്. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ നാഷണൽ ലേബർ ഫോഴ്സ് സർവേ പ്രകാരം ജമ്മു കാശ്മീർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള ഈ കേരളത്തിലാണ്. ആ എംപ്ലോയ്മെൻറ്റ് ജനറേഷന് വേണ്ടി നമ്മൾ ഇത്തരം മദ്യ ഉൽപ്പാദന കേന്ദ്രങ്ങളാണോ വേണ്ടത്? നമുക്ക് റിയൽ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ? അഗ്രികൾച്ചർ, തോട്ടങ്ങൾ, ഫാക്ടറികൾ, നമുക്ക് കാറ്, എയ്റോപ്ലെയിൻ, ഷിപ്പ് ബിൽഡിംഗ്, ഇങ്ങനെയുള്ള റിയൽ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ വേണ്ടത്? ഈ മദ്യത്തിന്മേലുള്ള ആശ്രയം ഒന്ന് കുറയ്ക്കണ്ടേ? നമ്മുടെ പുതുതലമുറ കേരളം ഭരിക്കുന്ന ആളുകൾ നിരോധിക്കണമെന്നല്ല പറയുന്നത്. ശ്രീ വർഗീസ് ജോർജ്, ഇപ്പോൾ നോക്കൂ, നിങ്ങൾ മുന്നണിയിൽ ഉള്ളപ്പോൾ തന്നെയാണ് 2018 4 ബ്രൂവറികൾ അനുവദിക്കാൻ തീരുമാനിച്ചതും പിന്നീട് അത് പിൻവലിക്കാൻ തീരുമാനിച്ചതും. പിൻവലിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് ഏതെങ്കിലും ഒരു കുഴപ്പം കൊണ്ടല്ല ഈ പിൻവലിച്ചത്, മറിച്ച് ഇപ്പോൾ ഒരു കൺസെൻസസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ സർക്കാർ ഇനി പിന്നീട് ബ്രൂവറികൾക്ക് അനുമതി നൽകുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ തീരുമാനം അനൗൺസ് ചെയ്തത് 2018. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ സർക്കാരുകൾ എടുക്കുന്ന തീരുമാനങ്ങളാണ്. അതെ അതെ, ഞാനതൊരു സെൽഫ് ക്രിട്ടിക്കലായിട്ടാണ് പറയുന്നത്. ഞങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഡെമോക്രാറ്റിക്കായ ഒരു ഡിസ്കോഴ്സ് ഇതിന് നടന്നാൽ ഈ അഭിപ്രായങ്ങൾ അവിടെ പറയാൻ പറ്റും. അത് ഗവൺമെൻറ് തന്നെ നല്ലതാണ്.